ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ചുഴലിക്കാറ്റുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതാണ്. ചൂടുള്ള ഉഷ്ണ മേഖലയോ സമുദ്രത്തിന് മുകളിലാണ് ചുഴലിക്കാറ്റ് രൂപം. ഇത് അന്തരീക്ഷത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന താപോർജ്ജമാണ് ഇതിന് പ്രധാനമായും വേണ്ടത്. ആവശ്യമായ ഘടകങ്ങൾ: ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ ചില പ്രത്യേക സാഹചര്യങ്ങൾ ആവശ്യമാണ്. ചൂടുള്ള സമുദ്രജലം: ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാൻ ഏറ്റവും കുറഞ്ഞത് 27°C മുകളിലോ സമുദ്രോപരിതല താപനില ആവശ്യമാണ്. ഈ ചൂടുജലം ബാഷ്പീകരിക്കപ്പെടുകയും കൊടുങ്കാറ്റിന് ആവശ്യമായ ഊർജം നൽകുകയും ചെയ്യുന്നു. അന്തരീക്ഷ അസ്ഥിരത: താപനില വ്യത്യാസം കാരണം അന്തരീക്ഷം അസ്ഥിരമായിരിക്കണം. ഇത് വായുവിനെ മുകളിലേക്ക് ഉയരാൻ സഹായിക്കുന്നു. കുറഞ്ഞ ലംബമായ കാറ്റിൻ്റെ കൃതിക: വെർട്ടിക്കൽ വിൻഡ് ഷിയർ: ഉയരം കൂടുന്തോറും കാറ്റിൻ്റെ വേഗതയിലും ദിശയിലും വ്യത്യാസം കുറവായിരിക്കണം. ഇത് കൊടുങ്കാറ്റിൻ്റെ ലംബമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നില്ല. കോറിയോലിസ് പ്രഭാവം: ഭൂമിയുടെ കറക്കം മൂലമുണ്ടാകുന്ന കോറിയോലിസ് പ്രഭാവം കാറ്റിനെ കറങ്ങാൻ സഹായിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് സമീപം ഈ പ്രഭാവം കുറവായതിനാൽ അവിടെ ചുഴലിക്കാറ്റുകൾ സാധാരണയായി രൂപം കൊള്ളാറില്ല. ഉയർന്ന ആർദ്രത: അന്തരീക്ഷത്തിൻ്റെ മധ്യപാളികളിൽ ആവശ്യമായതിന് ഈർപ്പം ഉണ്ടായിരിക്കണം. രൂപീകരണ ഘട്ടങ്ങൾ: ചുഴലിക്കാറ്റുകൾ താഴെ പറയുന്ന ഘട്ടങ്ങളിലാണ് വികസിക്കുന്നത്. ന്യൂനമർദം രൂപപ്പെടുന്നത്: ചൂടുള്ള സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഈ സ്ഥലത്ത് ഒരു താഴ്ന്ന മർദ്ദപ്രദേശം ലോ പ്രഷർ ഏരിയ രൂപപ്പെടുന്നു. വായുവിൻ്റെ പ്രവാഹം: താഴ്ന്ന മർദ്ദമുള്ള ഈ പ്രദേശത്തേക്ക് ചുറ്റുമുള്ള തണുത്ത വായു വേഗത്തിൽ പ്രവഹിക്കുന്നു. ഈ വായുവും ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. മേഘരൂപീകരണം: മുകളിലേക്ക് ഉയരുന്ന ചൂടുള്ള ഈർപ്പമുള്ള വായു തണുത്ത് ഘനീഭവിക്കുകയും വലിയ ഇടിമിന്നൽ മേഘങ്ങൾ തണ്ടർ ക്ലൗഡ്സ് എന്നറിയപ്പെടുന്ന രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയിൽ ധാരാളം താപോർജ്ജം പുറത്തുവരുന്നു. ഇത് കൊടുങ്കാറ്റിനെ കൂടുതൽ ശക്തമാക്കുന്നു. കറക്കം ആരംഭിക്കുന്നത്: കോറിയോലിസ് പ്രഭാവം കാരണം ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന വായു കറങ്ങാൻ തുടരുന്നു. വടക്കൻ അർദ്ധഗോളത്തിൽ ഇത് എതിർ ഘടികാരദിശയിലും കൗണ്ടർ ക്ലോക്ക് വൈസ്. തെക്കൻ അർദ്ധഗോളത്തിൽ ഘടികാരദിശയിലും ക്ലോക്ക് വൈസ് ആണ് ചുഴലിക്കാറ്റായി മാറുന്നത്. ഈ കറക്കം ചുഴലിക്കാറ്റാകുകയും കാറ്റിൻ്റെ വേഗത കൂടുകയും ചെയ്യുമ്പോൾ അത് ഒരു ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായും പിന്നീട് ഒരു പൂർണ്ണ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായും ട്രോപ്പിക്കൽ സൈക്ലോൺ വികസിക്കുന്നു. കൊടുങ്കാറ്റിൻ്റെ വികസനത്തെ ഇത് കണ്ണ് എന്നറിയപ്പെടുന്നു. ഇതേപോലെ